വിളിച്ചപേക്ഷിക്കുന്നു എനിക്കു വേണ്ടിയെല്ലാം ചെയ്തു വരുന്ന ദൈവത്തെ തന്നെ മനുഷ്യമക്കളെ ആദിയോടെ വീഴുന്ന സിംഹങ്ങളുടെ നടുവിലാണ് അവയുടെ പല്ലുകൾ കൊണ്ടങ്ങളും അസ്ത്രങ്ങളുമാണ് മനുഷ്യമക്കളെ ആദിയോടെ വീഴുന്ന സിംഹങ്ങളുടെ നടുവിലാണ് അവയുടെ പല്ലുകൾ കൊണ്ടങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ ദൈവമേ ആകാശത്തിനുമേ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വ ഭൂമിയിൽ എന്നും നിറയട്ടെ അങ്ങയെ പാടി പുകഴ്ത്തും
വിശ്വസ്തത നീ ധന്യരോടവും വരുവാൻ ദൈവമേ ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ ദൈവമേ ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ ദൈവമേ ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ ദൈവമേ ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ ദൈവമേ ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ എന്നോട് കൃപയും പ്രാർത്ഥനമേ ദൈവമേ എന്നോട് എന്നോട് കൃപയും പ്രാർത്ഥനമേ ദൈവമേ എന്നോട് കൃപയോടണമേ എന്നോട് കൃപയും പ്രാർത്ഥനമേ ദൈവമേ എന്നോട് കൃപയോടണമേ ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമി മുഴുവനും നിറയണമെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുക? അതെങ്ങനെയാണ് ആ മഹത്വം ഭൂമി മുഴുവൻ നിറയണേ? നമ്മൾ ഓരോരുത്തരിലൂടെയാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരും യേശുവിനെ പോലെ തന്നെ ആകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം തന്നെയായ യേശുവിനെ പോലെ നമ്മൾ ഓരോരുത്തരും ആകുമ്പോൾ ഈ ഭൂമി മുഴുവനും മഹത്വം കൊണ്ട് നിറഞ്ഞു. നമ്മൾ കിട്ടേണ്ട ഉൾക്കാഴ്ച, നമ്മൾ ദൈവം എന്ന് പറയുന്നത് നമ്മളെ പോലീസുകാരൻ്റെ മാതിരി ഇങ്ങനെ നോക്കി നിൽക്കണ ഒരാൾ, നീ ചെയ്ത് തെറ്റാണ്, അത് ചെയ്യരുത്, അത് തെറ്റ് ചെയ്താൽ നിന്നെ നരകത്തിലിടും, നിന്നെ ശിക്ഷിക്കും, അങ്ങനത്തെ ഒരു പോലീസ് ചട്ടമല്ല. ദൈവത്തിൻ്റെ കരുണയും ജ്ഞാനവും ദൈവികത മുഴുവനും ദൈവം നമ്മൾക്ക് നൽകിക്കൊണ്ട്, നമ്മൾ കേട്ടു കഴിഞ്ഞ ക്ലാസ്സിൽ ഈശോ പറയുകയാണ് അന്ത്യത്താഴം കഴിഞ്ഞിട്ട്. ആ വചനം ഒന്ന് എല്ലാവരും എടുത്തു വായിക്കാം. 14-ാം അധ്യായത്തിൽ യോഹന്നാൻ 14:12 എല്ലാവരും എടുത്തു വായിക്കാം. യോഹന്നാൻ 14 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. എല്ലാവരും കരമുയർത്തി ശബ്ദം ഉയർത്തിയിട്ട് പറഞ്ഞ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. ഇപ്പോൾ രക്ഷാകര പദ്ധതിയുടെ ഒരു നിർണായകമായ ഒരു കാര്യമാണ് ഈശോ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലേ? ഈ രക്ഷാകര പദ്ധതി ഈ പ്രപഞ്ചത്തിൽ നടപ്പാക്കുന്നതിന് യേശു
രക്ഷാകര പദ്ധതിയിൽ തൻ്റെ ജീവൻ അർപ്പിച്ച് മരിച്ച് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്തു. യേശുവിൻ്റെ ആ ദൃശ്യമായ സാന്നിധ്യം ഇവിടെ ഇല്ല. പക്ഷേ ദൃശ്യമായ സാന്നിധ്യം ആരുടെ ഉണ്ടാവും? ആരുടെ ആയിരിക്കും? ആരായിരിക്കും? നമ്മളായിരിക്കും. നമ്മളിലൂടെയാണ് അത് ലോകം മുഴുവനും പടരുന്നത്. യേശുവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം. അങ്ങനെയാണ് കൂദാശകളെല്ലാത്തിൻ്റെ ഉത്ഭവം. എന്താണ് കൂദാശ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സാക്രമെന്റ്? കൂദാശയുടെ നിർവചനം എന്താ? അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. അപ്പൊ യേശു കൂദാശകളിലൂടെ തൻ്റെ അദൃശ്യമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരിലും പ്രകടമായി പ്രവർത്തിക്കുക. അതാണ് നമ്മൾ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദൈവ സാന്നിധ്യം. മാമോദിസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കുർബാനയിലൂടെ. ഇതാണ് 3 പ്രാരംഭ കൂദാശകൾ. ഈ കൂദാശകളിലൂടെ എല്ലാം അവിടുത്തെ മഹത്വം ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണേ എന്ന് പറഞ്ഞത് നമ്മളിൽ അങ്ങ് നൽകിയിരിക്കുകയാണ്. ഇതാ ഒരു വചനം വരുന്നു. എഫേസോസുകാർക്ക് ലേഖനത്തിൽ 1-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങൾ. എഫേസോസുകാർക്ക് ലേഖനം 1-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങളൊന്ന് കേൾക്കാം, വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഒന്നെല്ലാവരും ആ വചനം ഏറ്റു പറഞ്ഞ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ആഴമായി ഒന്ന് പഠിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവ്, യേശുക്രിസ്തുവിന്റെ പിതാവ്, മഹത്വത്തിന്റെ പിതാവ്. ദൈവത്തിന്റെ മഹത്വമാണ് യേശുക്രിസ്തു. ദൈവത്തിന്റെ മഹത്വം ഈ പ്രപഞ്ചത്തിൽ പരക്കണം. ദൈവത്തിന്റെ മഹത്വമാണ് നമ്മളിലൂടെയും ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ഇത് കഴിഞ്ഞോ? ഇത് പ്രദാനം ചെയ്തോ? ഇത് പ്രദാനം ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് കിട്ടിയോ? കിട്ടി. ഇനി എന്താ കിട്ടാനുള്ളത്? മാമോദീസ കിട്ടി, സ്ഥൈര്യലേപനം കിട്ടി, കുർബാന കിട്ടി. ഇനി എന്താ കിട്ടാനുള്ളത്? ഈ 3 കൂദാശകളിലൂടെ ഈ മഹത്വം മുഴുവൻ നമുക്ക് ലഭിച്ചോ ഇല്ലയോ? ഞാൻ ഉദ്ദേശിച്ച് നിങ്ങൾ എല്ലാവരും കൂടി ഉച്ചത്തിൽ കിട്ടി എന്ന് പറയുന്ന ഈ 3 കൂദാശകളിലൂടെ ഈ